ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. റവ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വിഭവത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല കട്ടി തൈരാണ് കേട്ടോ എടുത്തേക്കുന്നത്, ഒട്ടും പുളിയില്ലാത്ത. എടുക്കുമ്പോൾ കുറച്ച് പുളി കുറഞ്ഞ തൈര് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ ഈ തൈരിലൊക്കെ റവ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ റവ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, ഈ തൈരിലൊക്കെ മുങ്ങിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റവ ഇതേപോലെ ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. റവ ഇവിടെ കിടന്നിട്ട് സോഫ്റ്റ് ആവട്ടെ. ആ ടൈമിൽ നമുക്കിനി ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് ഇവിടെ പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ അതാ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഓയിൽ ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു പകുതി സവാള ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് മതിയാവും കേട്ടോ, കാരണം സവാള വഴന്നു കഴിഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതാ ഇതൊന്ന് ഇവിടെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. 2 പച്ചമുളക് അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഇതിലേക്ക് അതേപോലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇവിടെ ഒന്നും കൂടി ഒന്ന് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ഈ സവാളയുടെ കൂടെയൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് വരാനായിട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ 2 വിസിലിട്ടിട്ട് അല്പം ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്താണ്. നന്നായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിനൊക്കെ ഈ മിക്സൊക്കെ നന്നായിട്ടൊന്ന് വരട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ, കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഇവിടെ വെന്തതാണല്ലോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് ചൂട് ഒന്ന് തണയട്ടെ. ആ ടൈമിൽ നമുക്ക് റവയുടെ മിക്സ് എന്തായാലും ഒന്ന് പോയി നോക്കാം. നമ്മൾ നേരത്തെ തൈരിൽ കുതിർത്ത് വെച്ച റവ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇത്ര തിക്കിലാവുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളത്തിന് അളവൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം ഒന്ന് ലൂസാവാൻ വേണ്ട ആ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഇതാ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിവിടെ അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പ് കുറവ് തോന്നിയപ്പോൾ അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റവ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കിതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കട്ടിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോഴും ഇത് കുറച്ചധികം കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടി വേണ്ട, ഒന്നും കൂടി ഒന്ന് ലൂസാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് വേണ്ടത്. ഇത്ര കട്ടി മതി, ഒത്തിരി ലൂസാവണ്ട, ഒത്തിരി കട്ടിയാവാൻ വേണ്ട. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിൽ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം.
അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ അധികം മിക്സ് വേണമെന്ന് തോന്നാൻ കുറച്ചും കൂടി വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു 6 ഞാൻ ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ആക്കി വെച്ചിട്ട് ലാസ്റ്റ് ഇഡ്ഡലി പാത്രത്തിൽ ആക്കി എടുത്താലും മതി. ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ അല്പം ഓയിൽ ഒന്ന് തടവി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പം താഴെ ഒട്ടി പിടിച്ചൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന റവയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ റവയുടെ മിക്സ് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 4 എണ്ണത്തിലും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവ കുറച്ച് തിക്നെസ് കൂടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ലൂസാണെങ്കിൽ ഒന്നും കൂടി നല്ല ഷേപ്പിൽ മുകൾ ഭാഗത്തും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ അത്യാവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. റവക്ക് ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ ഇതാ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവ അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി നമുക്ക് മനസ്സിലാവും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചൂട് തണിഞ്ഞിട്ട് വേണം ഇതൊന്ന് മാറ്റിയെടുക്കാനായിട്ട്. ഇതിവിടെ ചൂടൊക്കെ നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് വിടിയിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റവ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ ബാക്ക് ഭാഗത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയാണെന്ന് തോന്നും കാണുമ്പോൾ. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ 8 എണ്ണം ഒന്നിച്ച് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലൊരു മഞ്ഞ കളർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വന്നിട്ട് നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതാ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിക്കൂടെന്ന് വെച്ച് കത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കുക വേണമെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് നല്ല ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴാണ്. നമ്മൾ സാധാരണ തേങ്ങാ ചമ്മന്തി തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയും മല്ലിയിലയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ മിക്സിയിൽ അടിച്ചെടുക്കുന്ന നോർമൽ ചമ്മന്തി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ചമ്മന്തിയും കൂടി ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് സ്നാക്കായിട്ടും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്